അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു സൂയിലേക്കാണ്. ചെന്നൈ വണ്ടല്ലൂരുള്ള സൂ. അപ്പോൾ ഞങ്ങൾ യൂബർ എടുത്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് ഈ സൂ. ഇതിപ്പോൾ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ്. എൻട്രൻസ് വഴി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ടായി. ഇതുവഴി ഞങ്ങൾ ഓടി ചെല്ലുക കേട്ടോ. 200 റുപ്പീസിനാണ് ഓരോ എൻട്രി ടിക്കറ്റ്. ആ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കയറി. 15 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ വണ്ടല്ലൂർ സൂ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ട് നേരെ പോകുന്നത് സഫാരി പാർക്കിലേക്ക് പോകുന്ന ബസ്സുകൾ അവൈലബിൾ ആണ്. ഓരോ ടിക്കറ്റ് 150 റുപ്പീസാണ് പെർ പേഴ്സൺ ബസ്സിന്. അതെടുക്കാനാണ് ഓടിപ്പോകുന്നത്. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ വീഡിയോസ് ആക്കിയിട്ടുള്ളത്, ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ സഫാരി പാർക്കിലേക്ക് പോകുന്ന ബസ്. ഈ ബസ്സിൽ കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ബസ് എടുക്കും. ഞങ്ങളൊരു 8-9 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഞാനവിടെ വെയിറ്റിംഗ് ആണ് ബസ് സ്റ്റാർട്ടപ്പ് ആവാൻ വേണ്ടിയിട്ട്. ബസ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ബസ്സിലിരുന്ന് സൂവിൻ്റെ ഉള്ളിലേക്ക് കയറി കാണുന്ന കാഴ്ചകളാണിതൊക്കെ. ഇവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. ഈ സൂവിനകത്ത് ലേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നേരെ പോകുന്നത് സഫാരി പാർക്കിലേക്ക് ലയൺസിനെയും ടൈഗേഴ്സിനെയും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഗ്രീനറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു യാത്രാനുഭവമാണ് ഈ സഫാരി പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴികൾ. മുഴുവൻ പച്ചപ്പും ഹരിതാഭയും ചെടികളും ഒക്കെയാണ്. കാണാൻ നല്ല രസമാട്ടോ, നല്ല ഭംഗിയാണ്. ഇത് ലേക്ക്, ഞാൻ പറഞ്ഞില്ലേ ഒരു ലേക്ക് ഉണ്ടെന്ന്, ആ ലേക്കാണിത്. അപ്പോൾ ഒരുപാട് മാൻ അവിടെ വെറുതെ നടക്കുന്നുണ്ട്. റാൻഡമായിട്ട് ആ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ മാന് നടക്കുന്നുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ബസ്സിലിരുന്ന് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഓരോ മൃഗങ്ങളെ കണ്ടു തുടങ്ങിയത്. നോക്കിക്കോ, വലിയ കുമ്പിള്ളമാൻ. ഈ ബസ് പോകുന്ന കണ്ടിട്ട് അത് സൈലൻ്റായിട്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഇനി ഓരോന്നായിട്ട് പല ടൈപ്പ് മാനുകളെ കാണാം. ഇതൊരാൾ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുന്നുണ്ട്. അകത്ത് കയറിപ്പോയി. ഓപ്പോസിറ്റ് സൈഡ് മുഴുവൻ മാനുകളാട്ടോ, പലതരത്തിലുള്ളത് ഒരുപാടുണ്ടായിരുന്നു. ഒത്തിരിയാണ്. ആ കൂട്ടത്തിൽ 2 മയിലും ഉണ്ടായിരുന്നു. പിന്നെ ഇനി സൈഡിലേക്കൊക്കെ ഇയാളെ കണ്ടോ, ഇയാൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ചവച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഇപ്പോൾ ഈ സൈഡിലേക്ക് ഒരാൾ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്, കണ്ടുവാ. നല്ല രസമുണ്ടായിരുന്നു. ആളിങ്ങനെ ഇറങ്ങി വന്നിങ്ങനെ പതുങ്ങി നിൽക്കുന്ന കാണാൻ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു ബസ്സിലേക്ക്. അപ്പോൾ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കുറേ സമയം ബസ് ഇവിടെ നിർത്തിയിട്ടു. അത് കഴിഞ്ഞിട്ട് ബസ് പിന്നെയും ഉള്ളിലേക്ക് പോയി. അപ്പോൾ എഗെയിൻ ലേക്ക് ചെയ്തിട്ടുണ്ട് അവർക്കുള്ള അവരുടെ സ്വന്തം ലേക്ക്. അപ്പോൾ അതിലൊക്കെ ഒത്തിരി ഇറങ്ങി നിൽക്കുന്നുണ്ട്, വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാം. അതുവഴി നേരെ പോയി നമ്മൾ ചെല്ലുന്നത് ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ ഗേറ്റിൻ്റെ മുന്നിലേക്കാണ്. അവിടെ വലിയ 2 ഗേറ്റുകളുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അവർ വന്നിട്ടാണ് ഓരോ പ്രാവശ്യം ഓരോ ഗേറ്റും ഓപ്പൺ ചെയ്യുന്നത്. ഒരു ഗേറ്റ് കഴിഞ്ഞു, ഓപ്പൺ ചെയ്ത് ഞങ്ങൾ അകത്ത് കയറി. ഇത് നെക്സ്റ്റ് ഗേറ്റാണ്. ഇപ്പോൾ ഈ സൈഡിലേക്ക് നോക്കിയാൽ അറിയാം, ഗേറ്റ് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഗേറ്റും ക്രോസ് ചെയ്ത് നമ്മൾ നേരെ ചെല്ലുന്നത് സിംഹത്തിൻ്റെ മടയിലേക്ക്. അതെ, സിംഹത്തിൻ്റെ മടയിലേക്കാണ് ഈ ചെല്ലുന്നത്. അതാണ് ഈ ഡബിൾ പ്രൊട്ടക്ഷൻ ഗേറ്റൊക്കെ അവിടെ കണ്ടിട്ടുള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്, ഈ സൈഡിലൊക്കെ ഉണ്ടാവുമോ, എന്താ സംഭവിക്കുക എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നേരെ ചെന്നപ്പോൾ ഇതാ അവിടെയുണ്ട് സിംഹരാജാവ്. രാജാവ് അവിടെ കിടക്കുകയാണ്. ഒരാൾ പുറത്തും ഒരാൾ അകത്തും ഉണ്ട്.
ഇപ്പം ഞാനൊന്ന് ക്യാമറ സൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കിക്കോ, കണ്ടുവോ, ഒരു വലിയ സിംഹം. അത് അനങ്ങാണ്ട് അവിടെ തന്നെ കിടക്കുമായിരുന്നു കേട്ടോ. അതവിടെ നിന്ന് എഴുന്നേറ്റതേ ഇല്ല, കുറേ സമയം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ബസ് പിന്നെയും കുറച്ചുകൂടി മുന്നിലോട്ട് പോകുമ്പോൾ റോഡിൻ്റെ നടുക്ക് എന്നെ ക്രോസ് ചെയ്ത് മുന്നിലേക്ക് പോകാൻ ആരെടാ ഉള്ളത് എന്നുള്ള ചോദ്യം പോലെ ഒരു ടൈഗർ അവിടെയുണ്ട്. എല്ലാവരും ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. പക്ഷേ ടൈഗർ അവിടെ തന്നെ കിടന്നു. ബസ് ഡ്രൈവർ കുറേ സമയം അവിടെ നിർത്തിയിട്ട് കുറച്ചുകൂടെ മുന്നിലോട്ട് എടുത്തു. അന്നേരം ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ആ ടൈഗർ പുറകിലേക്ക് വന്നു. അപ്പോൾ പിന്നെയും സൈഡിൽ വേറൊരു ടൈഗർ. ആ ടൈഗർ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടൈഗറിനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതാണ് നിങ്ങളിൽ കാണുന്ന കാഴ്ച. ഈ ടൈഗറെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കുകയാണ്. അന്നേരം ബസ് കുറച്ചുകൂടെ മുന്നിലോട്ടൊന്ന് മൂവ് ചെയ്തിട്ട് മറ്റേ ടൈഗർ പുറകിലേക്ക് വരും. നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ കഴിയും. നോക്കിക്കോ, ആ ബസ് മൂവ് ചെയ്തു. റോഡിൻ്റെ നടുക്കുണ്ടായിരുന്ന ടൈഗർ അവിടെ നിന്ന് എഴുന്നേറ്റു വന്നു. രണ്ടുപേരും കൊമ്പ് കോർത്തു. രണ്ടുപേരും ഭയങ്കര ബഹളമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിട്ടായിരുന്നു വഴക്ക്. അതുപോലെ ഞങ്ങൾ പിന്നെ ബസ് പുറയിലേക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ കാണുന്നത് വേറൊരു സിംഹം വന്നിട്ട്, അവിടെ കിടന്ന സിംഹം വന്നിട്ട് അകത്തുള്ള സിംഹത്തിനെ നോക്കി വഴക്കിടുകയാണ്. ടൈഗേഴ്സ് തമ്മിൽ കൊമ്പ് കോർക്കുന്ന കാണുമ്പോൾ ലയൺസും അതുപോലെ തന്നെ കാണിക്കുക. അകത്തു നിന്ന് ടൈഗറാഷൻ പതിയെ പതുങ്ങി മുന്നിലേക്ക് വരികയാണ്. പുറത്തൊരാൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി കൊമ്പ് കോർക്കാൻ റെഡിയായി നിൽക്കുക കേട്ടോ. ഇപ്പം നോക്കിക്കോ, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബസ്സിലിരിക്കുന്ന ആൾക്കാർക്കെല്ലാം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സീനായിട്ട് തോന്നി. എല്ലാവരും ഷൂട്ട് ചെയ്യുമായിരുന്നു. എല്ലാവരും, ബസ്സിൻ്റെ ഡ്രൈവർ വരെ അത് കണ്ടിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അധിക സമയം നിർത്തില്ല. അവിടെ ഒരു ടൈമിംഗ് ഉണ്ട്. ബസ്സിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവർക്കൊരു ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയം മാത്രമേ നമുക്ക് അതിനകത്ത് നിൽക്കാൻ പാടുള്ളൂ. അത് കഴിയുമ്പോൾ അവർ തിരികെ വരും. അകത്തുണ്ടായിരുന്ന സിംഹരാജാവ് പതിയെ എഴുന്നേറ്റ് നടന്നു തുടങ്ങി. സിംഹരാജാവ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. സിംഹരാജാവ് നോക്കുന്നത് പുറത്തുണ്ടായിരുന്ന ആളെയാണ്. ഇത് കഴിഞ്ഞ് ബസ് പതിയെ റിവേഴ്സ് എടുത്ത് ഞങ്ങൾ തിരികെ ഇറങ്ങാൻ തുടങ്ങുവാണ് ബസ്സിൽ നിന്ന്. അന്നേരമാണ് ഒരു ടൈഗറും ഒരു ലയണും അടുത്തടുത്ത്. അവർ ഫ്രണ്ട്സാണ്. ടൈഗറും ലയൺസും ഫ്രണ്ട്സാണ്. പക്ഷേ ടൈഗറും ലയണും കൂടെ ചേരുമ്പോൾ അവർ വഴക്കിടും, അവർ കൊമ്പ് കോർക്കും. അങ്ങനെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്ന കണ്ടു. ഇത് കഴിഞ്ഞ് അഗെയിൻ ഞങ്ങൾ തിരിച്ചു വരുന്നു. ബസ് തിരികെ റിട്ടേൺ വരുന്നു. ഫസ്റ്റ് ഗേറ്റ് ക്രോസ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുന്നിലേക്ക് അടുത്തൊരു ഗേറ്റ് ഉണ്ട്. ഇതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ഈ സഫാരി പാർക്ക് ബസ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റോപ്പിൽ തന്നെ തിരിച്ച് ഇനിഷ്യൽ പൊസിഷനിൽ നമ്മളെ കൊണ്ട് വിടും. അവിടെ നമ്മൾ ഇറങ്ങണം. ബസ്സിൽ തിരികെ പോകുന്ന വഴിക്ക് കണ്ട കരടിക്കുട്ടന്മാരാണ്. 2 കരടിക്കുട്ടന്മാരുണ്ടായിരുന്നു. ഒരാൾ ഉള്ളിലിരിക്കുന്നുണ്ട്, ഒരാൾ ദേ ഈ സൈഡിൽ കൂടി നടന്നു പോകുന്നു. ഒത്തിരി ആൾക്കാർ നടന്നു വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 200 റുപ്പീസിൻ്റെ എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂ നടന്ന് കാണാം കേട്ടോ. ഞങ്ങളത് ചൂസ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഇനി അടുത്ത ബഗ്ഗി ബസ്സാണ്. ബഗ്ഗി ബസ്സിൽ അടുത്ത വേറെ സെക്ഷൻ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ബഗ്ഗി ബസ് ഇത് ഓപ്പൺ ബസ്സാണ്. ഇത് നമ്മൾ മാനിനെയും റെപ്റ്റൈൽസിനെയും മയിൽ, കുരങ്ങൻ അങ്ങനെ എല്ലാം കാണാൻ പോയത് ഈ ബഗ്ഗി ബസ്സിലാണ്. ബഗ്ഗി ബസ്സിലും എഗെയിൻ 150 റുപ്പീസ് പെർ പേഴ്സൺ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ 3 പേരുടെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യം കണ്ടത് കുരങ്ങന്മാരാണെന്ന് തോന്നുന്നു. ഇത് ക്ലിയർ അല്ല, അടുത്തേക്ക് പോയിട്ട് എടുത്തില്ല. ഈ ബഗ്ഗി ബസ് ഇങ്ങനെ സ്ലോ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ കാണാം, അത്രയേ ഉള്ളൂ. ഒത്തിരി ബേർഡ്സും ആനിമൽസും ഉള്ള സെക്ഷനിൽ മാത്രമാണ് അവർ ബഗ്ഗി ബസ് നിർത്തിയിട്ടിട്ട് ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾ തിരികെ വരണം എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ബസ് നിർത്തിയിടും. അപ്പോൾ നമുക്ക് നടന്നു പോയി ആ ഏരിയ കവർ ചെയ്ത് കണ്ടിട്ട് വരാം. അങ്ങനെയാട്ടോ.
അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ചിമ്പാൻസിയാണ്. ചിമ്പാൻസി ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കാവേ. ഇനി ഈ സൈഡിൽ കാണുന്നത് ബേർഡ്സ് ആണ്. ഇവരുടെ ഒന്നും പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 2 പേര് ആ സെക്ഷനിലുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണുന്നത് എമുവിൻ്റെ സെക്ഷനാട്ടോ. അവിടെ എമു ഉണ്ട്, പിന്നെ എല്ലായിടത്തും മയിലുണ്ട്. ഒരുപാട് മയിൽ എല്ലാ സെക്ഷനിലും നിൽപ്പുണ്ട്. എല്ലാ ആൾക്കാരുടെയും ഫ്രണ്ട്സാണ് മയിൽ. അങ്ങനെ മയിലുണ്ട്. ഇത് എമു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പറേ സൈഡിൽ മാൻകൂട്ടമാണ്. അവർ നിറയുണ്ട്. മാൻകൂട്ടം ഇപ്പോൾ ഒരു ഏരിയയിൽ കവർ ചെയ്ത് അങ്ങനെയല്ല കേട്ടോ. ഈ വണ്ടല്ലൂർ സൂവിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും മാന് നിൽക്കുന്നതാണ്. നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ മാന് നിൽക്കുന്ന കാണാം. അവർ നമ്മുടെ അടുത്തൂടെ നടന്നു പോവും. അവർ നമ്മളെ ഒന്നും ചെയ്യില്ല, നമ്മൾ അവരെ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഈ കണ്ടത് കാട്ടുപോത്താന്ന് തോന്നുന്നു. അവരൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഈ ബഗ്ഗി ബസ് പോകുമ്പോൾ കാണുന്നു എന്നല്ലാണ്ട് അവിടെ ഇറങ്ങില്ല. അപ്പോൾ അങ്ങനെ കണ്ട കുറേ ആൾക്കാരാണ് ഇവരെല്ലാവരും. എൻ്റെ ഒരു സൈഡിലൊരു മാൻ നടന്നു പോകുന്നുണ്ട്. അത് ഇപ്പോൾ വണ്ടല്ലൂർ സൂ എന്ന് എഴുതിയിട്ടുള്ള ഈ സെക്ഷനിൽ ഇവിടെ ബസ് നിർത്തിയിട്ട് ഞങ്ങളോട് 10 മിനിറ്റ് ടൈം തരും, നിങ്ങളെല്ലാം പോയി കണ്ടിട്ട് തിരികെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ എഗെയിൻ കണ്ട വേറൊരു ടൈപ്പ് മാൻ. ഇത് ടൈഗറാണ്. അവിടെ ടൈഗർ ഉണ്ട്, കണ്ടോ? ആ കുളത്തിൽ കുളിക്കുമായിരുന്നു ടൈഗർ. അവിടെ ഒരു ടൈഗർ ഉണ്ട്. ഇവിടെ ഇനി വേറൊരു ടൈഗറും കൂടിയുണ്ട്, കണ്ടോ? ദേ അവിടെ ഒരു ടൈഗർ അതിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവർ 2 പേരെ മാത്രമേ ഞങ്ങൾ അവിടെ കണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്ന് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇത് നടന്നു പോകുന്ന വഴിയാണ്. ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് അവിടെ ഒരു ലയൺ ഉണ്ട്. ആ ലയണിലെയാണ്. അതിനെ കാണാൻ പോകുന്ന വഴിയിൽ കണ്ടതാണിത്. അപ്പോൾ ദേ ഇവിടെ ലയണിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒന്നും വായിക്കാൻ പറ്റുന്നില്ല, എല്ലാം തമിഴാണ്. അവിടെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ ഒരു ലയൺ ഉണ്ട്. ഇതെല്ലാം ലയണിൻ്റെ പ്രമിസസ് ആണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടന്ന് ബഗ്ഗി ബസ്സിലേക്ക് കയറാൻ പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ട പൂക്കളും ചെടികളും മരങ്ങളും ഒക്കെ. അപ്പോൾ ഇനി വണ്ടല്ലൂർ സൂവിലെ ബാക്കി കാഴ്ചകൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണിക്കാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അടുത്ത ബഗ്ഗി ബസ്സിലേക്ക് കയറാൻ പോവുകയാണ്. ബസ് അവിടെയുണ്ട്. ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.